രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. NTVയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. രാമായണ പാരായണം 18-ാം ദിവസമായ ഇന്ന് താരോപദേശം, സുഗ്രീവ രാജ്യാഭിഷേകം, ക്രിയാമാർഗോപദേശം എന്നീ ഭാഗങ്ങളാണ് പാരായണം ചെയ്യുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ബാലി മരിച്ചതു കേട്ടൊരു താരയും ഓലോല വീഴുന്നു കണ്ണുനീരും വാർത്തു. ദുഃഖേന വിക്ഷസി താടിച്ചു ഗദ്ഗദാവാച പറഞ്ഞു പലതരം. എന്തിനെനിക്കിനി പുത്രനും രാജ്യവും, എന്തിനു ഭൂതലവാസവും മേ വൃഥ. ഭർത്താവ് തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. ഇത്തം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായി അരുൾ ചെയ്തു രഘുവരൻ. എന്തിനു ശോകം വൃഥാ, തവ കേൾക്ക നീ ബന്ധമില്ലേതും ഇതിന്നു മനോഹരേ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാൽ എങ്ങുമാത്ഭുത പ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവൻ അന്നു മനാദ്യ വിദ്യാവശം പ്രാപിച്ചു. തിഷ്ടത്യഭിനിവേശത്താൽ പുനരധ സൃഷ്ടികാലേ പൂർവവാസനയാ സമം. ജായതേ ഭൂയോ ഘടീയന്ത്രവത്സദാ മായാബലത്താലതാർക്കൊഴിക്കാമെടോ. സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം. ഇത്തമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല. നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളക മനോഹരേ. ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോടു സുഗ്രീവനും ചെന്നു പുരിപുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികെ സുമിത്രാത്മജൻ. രാഘവൻ തത്ര സമാധി വിരതനായി ഏകാന്തദേശേ മരുവും ദശാന്തരേ. ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോടു ചോദിച്ചരുളിടിനാൻ. കേൾക്കയിൽ ആഗ്രഹം പാരം ക്രിയാമാർഗം ആഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ. വർണ്ണാശ്രമികൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ. ലക്ഷ്മണനേവമുണർത്തിച്ചു നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു. തന്നുടെ ഗുഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാരപൂർവം ആരാധിക്കമാമെടോ. ഹൃത്കമലത്തിങ്കൽ ആകിലുമാം പുനരഗ്നിഭവങ്കൽ ആകിലുമാമെടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്ഥണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമം ഉണ്ടെങ്കിലോ പുനരുത്തമമെത്രയും
വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ മൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയെ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ മുഖ്യ പ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ അഗ്നൗ യജിക്ക ഹവിസ്സുകൊണ്ടാദരാൽ അർക്കനെ സ്തണ്ടില തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം ഗന്ധ പുഷ്പാക്ഷത ഭക്ഷ്യ ഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനെടോ വസ്ത്രാജിന കുശാദ്യങ്ങളാലാസനമുത്തമമായതു കൽപ്പിച്ചു കൊള്ളണം ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്ന വിർമുദ ലിപിന്യാസം കഴിക്കണം ചെയ്ക തത്വന്യാസവും കേശവാദ്യേന ചെയ്ക മമ മൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നെ മുൻപിൽ വാമേ കലശം വച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷത ഭക്തിവ സംഭരിച്ചീരണം അർഘ്യപാദ്യപ്രദാനാർത്ഥമായും മധു പർക്കാർത്ഥം ആചമനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചു കൊള്ളണം പേർത്തു മറ്റൊന്നു നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടി ദുജ്ജലാം ഹൃത്കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം പിന്നെ സ്വദേഹമഖിലം തയാ വ്യാപ്തം എന്നുറക്കേണം ഇളക്കവും കൂടാതെ ആവാഹയിൽ പ്രതിമാദിഷു മത്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവും അർഘ്യം തഥാ മധുവർക്കമിത്യാദി പുനഃസ്നാന വസ്ത്രവിഭൂഷണൈ എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളൂ ആഗമോക്ത പ്രകാരേണ നീരാജനൈർ ധൂപദീപൈർനിവേദ്യൈർ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചു കൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കൂമറിയുക നീ ഹോമമഗസ്ത്യോക്തമാർഗ കൊണ്ടാനലെ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയെ ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടു മാമെടോ ചിത്തതാരിങ്ങൾ നിനയ്ക്ക കുമാര നീ ഔപാസനാഗ്നൗ ചരുണാഹ വിഷാദ സോപാധിനാ ചെയ്യുക ഹോമം മഹാമതേ ശേഷാം സജാതനാം ലക്ഷ്മണൻ തന്നോട് അശേഷമിതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ പാപമയ്യോ മമ കാൺക കുമാര നീ ജാനകി ദേവി മരിച്ചിതോ കുത്രചിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചതും അറിഞ്ഞതുമില്ലല്ലോ കശ്ചിൽ പുരുഷൻ എന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിയിടുകിൽ കേവലമെത്രയും ഇഷ്ടനവൻ മമ എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങൂബലാൽ കൊണ്ടു പോരുവൻ നിർണയം സുഗ്രീവനും ദയാഹീനനത്രേ തുലോം ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ ഇത്തമവനോടു ചെന്നു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിനനുരൂപമാം ആകൂതമോർത്തു കർത്തവ്യമനന്തരം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 പാഹി മാം
രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം.